Yes. Okay, good afternoon. Okay, all of you take your textbook, page number 6. 6-ലായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞു എത്തിയത് അല്ലേ? 6-ല് 4ാമത്തെ ആക്ടിവിറ്റീസിൽ ഒരു കാര്യം മിസ് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? മാരി, മാത്ര എന്നിവയുടെ നാനാർത്ഥം എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തൊക്കെയാണ്? എന്താണ് നിഹാര? നിഹാരക്ക് എന്താണ് ഡൗട്ട്? നിഹാര പറയുന്നത് ഇവിടെ കേൾക്കാൻ പറ്റുന്നില്ല. നിഹാര ക്ലിയർ ഇല്ലല്ലോ. മിസ് മോള് മൈക്ക് നേരെ പിടിച്ചേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ നിഹാര പറയുന്നത്? യെസ് ഓർ നോ? നോ. ഓക്കെ, നോ ആണ്. നെക്സ്റ്റ് റിലു ആബിദ് എന്താണ് പറയാനുള്ളത്? വോട്ട് ചോദിക്കാനാണോ? എന്താണ് റിലു? ആ, കിട്ടും. നിങ്ങൾ ഏത് സമയത്ത് വന്നാലും ബുക്ക് കിട്ടും കേട്ടോ. നമ്മളിവിടെ സർ രാവിലെ 6 മണിക്കോ മറ്റോ ഇവിടെ എത്തും. വൈകുന്നേരം അതുപോലെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, എന്താണ് റിലു? 5-6 മണി വരെ എങ്ങനെ ഇവിടെ ആളുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ വർക്ക് ഏതാണ്? നാനാർത്ഥം എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാരി, മാത്ര. ഇതൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് എടുത്ത് എഴുതണം. നാനാർത്ഥം ആകെ എഴുതിയ സെൽനയല്ലേ? സെൽന എന്തൊക്കെയാണ് സെൽന പറഞ്ഞേ? മാരി, മഴ, വർഷം. മഴ, വർഷം. മോളെ ഇത് അർത്ഥാണ് കേട്ടോ. മാരി, വർഷം രണ്ടും മഴ അല്ലേ? അതിന്റെ നാനാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഒരു വാക്കിന് ഒന്നിൽ കൂടുതൽ അർത്ഥമുണ്ട്. അതായത് വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടാവും. അതാണ് നാനാർത്ഥം. ഇപ്പം ഒരേ അർത്ഥം പര്യായ പദാണ് ഇപ്പം മോള് പറഞ്ഞല്ലേ? സമാനാർത്ഥങ്ങൾ. സമാനാർത്ഥവും നാനാർത്ഥവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? സമാനാർത്ഥം എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥം വരുന്നത്. ഇപ്പം സെൽന പറഞ്ഞതുപോലെയല്ല. എങ്ങനെ? മാരി, വർഷം, മഴ ഇതൊക്കെ അതിന് വരുന്നതാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞത്. അതായത് 3rd ആക്ടിവിറ്റിയില് സമാനമായ അർത്ഥം വരുന്ന പദങ്ങൾ കണ്ടെത്തുക എന്ന് പറഞ്ഞു. അതില് ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞത് മാരി നാനാർത്ഥം എഴുതാനാണ്. നാനാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറെന്റ് അർത്ഥാണ്, വ്യത്യസ്ത അർത്ഥങ്ങളാണ്. അപ്പോ ഒരു വാക്കിന് എന്തുണ്ടാവും? ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങൾ ഉണ്ടാവും. അതാണ് നാനാർത്ഥം. അപ്പൊ മാരി ഒരർത്ഥം എന്താണ്? സെൽന പറഞ്ഞത് ശരിയാണ്. മോള് പറഞ്ഞത് കറക്റ്റ്. എന്ത്? മഴ അല്ലെങ്കിൽ വർഷം ഇതൊക്കെ മാരിക്ക് പറയുന്നതാണ് അല്ലെ? അപ്പൊ സമാനാർത്ഥം വരുക. അപ്പൊ മാരി എന്നുള്ളതിന്റെ നാനാർത്ഥം എന്താണെന്ന് അറിയോ? ഒന്ന് മഴ, രണ്ടാമത്തത് രോഗം അല്ലെങ്കിൽ നാശം. നമ്മ പറയില്ലേ മഹാമാരി? രോഗത്തിനെ പറയില്ലേ? ഇപ്പൊ കോവിഡ് എല്ലാം വരുമ്പോ മഹാമാരി വന്നു എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പൊ അത് രോഗം എന്നുള്ള അർത്ഥത്തില്. നെക്സ്റ്റ് ആപത്ത് എന്നുള്ള അർത്ഥത്തില്. കേൾക്കുന്നില്ലേ എല്ലാവർക്കും? ക്യാൻ യു ഹിയർ മീ? യെസ്. അപ്പോ ആപത്ത് അല്ലെ? മഹാമാരി. ആ കോവിഡ് എന്ന മഹാമാരി കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ? ഇപ്പൊ ഒരുപാട് നമ്മൾ യൂസ് ചെയ്ത പദാണ് അല്ലേ? കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും രക്ഷിക്കാന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആപത്ത് എന്ന അർത്ഥം വരും. മഴ, രോഗം, നാശം ഇത്രയും അർത്ഥത്തില് മാരി എന്ന പദം ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ്? നോട്ട്ബുക്കിലേക്ക് എഴുതണം. നിങ്ങൾ അർത്ഥം എഴുതാത്തവരുണ്ടോ ഇനി നോട്ട്ബുക്കിലേക്ക്? ഇന്നലെ പറഞ്ഞില്ലേ അർത്ഥം നോട്ട്ബുക്കിലേക്ക് എഴുതണം. എഴുതിയോ? എത്ര കുട്ടികൾ നോട്ട്ബുക്കിലേക്ക് അർത്ഥം എഴുതി വെച്ചവരുണ്ട്? ഒന്ന് കാണിച്ചേ, ഒന്ന് തമ്പ് കാണിച്ചേ, എത്ര പേര് ചെയ്തു എന്ന്. ഇന്നലെ ഞാൻ നോട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. നോട്ട് എന്തുകൊണ്ടാ ജൊഹാന നോട്ടിലേക്ക് എഴുതാത്തേ? ടെക്സ്റ്റ് ഇല്ലാത്തോണ്ടാണോ? PDF നോക്കി എഴുതിക്കൂടെ? ഓക്കെ, നിങ്ങൾ നോട്ടിലേക്ക് അർത്ഥം എഴുതിയില്ല. ടെക്സ്റ്റ് കിട്ടാത്ത ആരും എഴുതിയിട്ടുണ്ടാവില്ല അല്ലെ? അപ്പൊ ടെക്സ്റ്റ് കിട്ടിയ മക്കള് ജോമൽ എഴുതിയില്ലേ? സെൽന, ജോയൽ. ഓക്കെ, ഞാൻ ഇന്നലെ ക്വസ്റ്റ്യൻ ആൻസറും സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് എഴുതി എടുക്കണം മക്കളെ.
എന്നിട്ട് അതിന് ശേഷം ഏത് നാനാർത്ഥം എഴുതുക എന്ന് എഴുതിയിട്ട് ഏതെഴുതണം? മാരി. മാരി ഞാൻ എഴുതി തരാം. മാരി. മാരി നാനാർത്ഥാണ്. നാനാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മിസ് പറഞ്ഞു തന്നു. എന്താണ്? വ്യത്യസ്ത അർത്ഥങ്ങൾ. ഒരു വാക്കിന് ഒന്നിലധികം അർത്ഥങ്ങൾ വരുന്നതിനാണ് നാനാർത്ഥം എന്ന് പറയുക. സമാനാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥങ്ങൾ വരുന്നത്. മനസ്സിലായോ? അതായത് പര്യായ പദം എന്നും പറയാറുണ്ട് സമാനാർത്ഥങ്ങൾക്ക്. അതിനുദാഹരണമാണ് മാരിക്ക്, വർഷം, മാരി, മഴ, ഇതൊക്കെ. നെക്സ്റ്റ് മാരി നാനാർത്ഥം എഴുതുമ്പോ എന്താ വരുക? മഴ, രോഗം, നാശം, ആപത്ത്. ഓക്കെ, അപ്പൊ അത് മിസ് ഒന്ന് എഴുതി തരാ. നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. നാനാർത്ഥം എഴുതുക. നാനാർത്ഥം. എന്നിട്ട് എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്യുക, അടിയിൽ വരക്കുക. എന്നിട്ട് കേൾക്കുന്നുണ്ടല്ലോ? ഇതിങ്ങോട്ട് മാറുമ്പോ കേൾക്കില്ല അല്ലെ? ഓക്കെ, നെക്സ്റ്റ് എന്താ വേണ്ടെന്ന് അറിയോ? ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ? നെക്സ്റ്റ് താഴെ മാരി, എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതുക മാരി. എന്നിട്ട് ചെറിയൊരു ഹൈഫൺ ഇട്ടിട്ട് എഴുതുക മഴ, കൊമ, രോഗം, രോഗം. നെക്സ്റ്റ് വൺ എന്താണ്? നാശം. കോമയിടുക. അടുത്ത അർത്ഥം വരുന്നത് നാശം. ഇതൊക്കെ പറയാൻ നമ്മള് മാരി എന്ന പദം ഉപയോഗിക്കും. നാശം നേരെ തന്നെ എഴുതിക്കോട്ടെ. നിങ്ങളുടെ അടുത്ത് സ്ഥലം ഉണ്ടെങ്കിൽ ആപത്ത്. ആപത്ത്. ഓക്കെ, അപ്പൊ മാരി, മഴ, രോഗം, നാശം, ആപത്ത്. ഇത്രയും കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. നെക്സ്റ്റ് മാത്രയാണ് അടുത്തത്. മാത്ര. മാത്ര. മാത്ര സമയം. ഒരർത്ഥം എന്താ? സമയം എന്ന് ഉപയോഗിക്കാൻ ഒരു മാത്ര എന്ന് ഉപയോഗിക്കാറുണ്ട്. സമയം. സമയം. നെക്സ്റ്റ് വൺ എന്താണ്? കോമയിടുക. എന്നിട്ട് എന്ത് എഴുതുക? അണു. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇന്നലെ എഴുതി കൊണ്ടുവരും എല്ലാരും. അണു. നെക്സ്റ്റ് സമ്പത്ത്. സമ്പത്ത് ഒന്നിച്ചാണേ. സമ്പത്ത്. ഓക്കെ, ധനം എന്നുള്ള അർത്ഥത്തില്. ഓക്കെ, പിന്നെന്താണ്? ഒന്നുകൂടി എഴുതാവാണെങ്കിൽ അല്പം. അല്പനേരം. ഒരു മാത്ര നേരം എന്ന് കേട്ടിട്ടുണ്ടല്ലോ? അല്പം. ഒരു മാത്ര വെറുതെ ഇന്ന് ഒരു പാട്ടില്ലേ? അതുപോലെ അല്പം. അല്ലേ എഡ്വിൻ? അങ്ങനെ ഒരു പാട്ടുണ്ട്.
എഡ്വിൻ തോമസ്. ഇത് ഇവിടെ പറ്റില്ല എന്ന് തോന്നുന്നു അല്ലെ മക്കളെ? കാണുന്നുണ്ടോ നിങ്ങള്? അല്പം എന്നാണ്. അല്പം. ആ എഴുതുക, ഇല്ല എഴുതിയിട്ട് ഇപ്പ എഴുതിയിട്ട് പൂജ്യം ഇടുക. അല്പം. ഓക്കെ. അപ്പോ നാനാർത്ഥത്തില് മാരി മാത്ര. അതിൽ മാരിക്ക് മഴ, രോഗം, നാശം, ആപത്ത്. നെക്സ്റ്റ് മാത്ര, സമയം, അണു, സമ്പത്ത്, അല്പം. ഇത്രയും എഴുതാം കേട്ടോ. ഒരു വാക്കിന് ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങൾ വരുന്നതിനാണ് നാനാർത്ഥം എന്ന് പറയുന്നത്. സമാനാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന് ഒരേ മീനിങ്ങിൽ വരുന്ന അർത്ഥങ്ങൾ എഴുതുന്നത്. ഓക്കെ, ഒരേ അർത്ഥത്തിൽ വരുന്നത്. ഇതാണ് അതിന്റെ ഡിഫറൻസ്. നിങ്ങൾ തെറ്റിക്കരുത്. ഓക്കെ, ഫിനിഷ് ആയോ? യെസ്, കഴിഞ്ഞു അല്ലേ എഡ്വിൻ? ഓക്കെ. അപ്പോ നെക്സ്റ്റ് എന്താണ് നമുക്ക് അതില് വർക്കുള്ളത്? എതിരായി വരുന്ന പദങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുഗന്ധം, ദുർഗന്ധം, മുങ്ങി, പൊങ്ങി, മങ്ങി, തെളിഞ്ഞു അല്ലേ? ഓപ്പോസിറ്റ് വേർഡ് ഇന്നലെ പറഞ്ഞല്ലേ മക്കളെ? ഇത് മിസ് എന്റെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഇല്ല, PDF ഉള്ളൂ, ഫോണിൽ ഓക്കെ. അപ്പൊ ടെക്സ്റ്റ് കിട്ടുമ്പോ അതിലേക്കൊന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. അത് ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ടെക്സ്റ്റ് കിട്ടുമ്പോ നിങ്ങൾക്ക് അതിലൂടെ ഒന്ന് എഴുതിയാൽ മതിയല്ലോ. ഓക്കെ. അപ്പൊ ബാക്കി ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് അതിൽ എഴുതിയില്ലേ? ഈ സുഗന്ധം എന്നുള്ളതിന് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദുർഗന്ധം, അതുപോലെ മുങ്ങി, പൊങ്ങി, മങ്ങി, തെളിഞ്ഞു. അതാണ് ഓപ്പോസിറ്റ് വേർഡ്. അത് കഴിഞ്ഞിട്ട് മേഘപാളികൾ നിറഞ്ഞു. അതൊക്കെ നമ്മൾ എഴുതിയതാണ്. നെക്സ്റ്റ് 8ാമത്തെ വർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്തോ ആരെങ്കിലും? ഓക്കെ, സെൽന ചെയ്തിട്ടുണ്ട്. സെൽന ഒന്ന് പാടിക്കോ മോളെ. മിസ് അത് ഞാൻ 4 വരി എഴുതിയിട്ടുണ്ടായിരുന്നു മിസ്. നോട്ട്ബുക്കിലേക്ക് ഞാൻ എഴുതിയായിരുന്നു. 4 വരി എഴുതിയത് ഞാൻ. 4 വരി എഴുതിയിട്ടുണ്ടോ? എന്നാ പറഞ്ഞോ. ഒരു ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞോ. മഴ പെരുമഴ പെയ്യുന്നു, പുഴയും കരിയും നിറയുന്നു, മരവും ചെടിയും നനയുന്നു, വയലും തോടും നിറയുന്നു, മുറ്റം നിറയെ മഴവെള്ളം, രാവും പകലും പെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്. എത്ര എഴുതിയില്ലേ? കണ്ടോതാ? വേറെ ആരെങ്കിലും എഴുതിയോ മക്കളെ? നിങ്ങള് ഒരു വർക്ക് ഞാൻ തരുന്ന എന്തിനാന്നറിയോ? നിങ്ങൾ എല്ലാവരും എഴുതാനാണ്. മനസ്സിലായോ? ഇതാ ഇപ്രാവശ്യം എങ്ങനെയാണെന്നറിയോ? ഓരോ സബ്ജക്റ്റിനും ഏറ്റവും നല്ലോണം ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരു പ്രൈസ് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ. ഇപ്പൊ എല്ലാ സബ്ജക്റ്റിനും ഇപ്പൊ നിങ്ങൾ മലയാളത്തിനാണ് ഏറ്റവും ബെറ്ററായി ആരാണ് ചെയ്യുന്നത് അവർക്ക് സമ്മാനം കിട്ടും. അങ്ങനെ നിങ്ങൾ ഹോംവർക്ക് ഒക്കെ ചെയ്യുന്നതൊക്കെ അതിൽ പെടുവേ. മനസ്സിലായോ? അങ്ങനെ ഓരോന്നിനും വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ മാക്സിമം എല്ലാ മക്കളും ഹോംവർക്ക് ഒക്കെ ചെയ്യുക, എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുക, അതുപോലെ പഠിക്കുക. ഓക്കെ, ചെയ്യൂ എല്ലാവരും? യെസ് ഓർ നോ? ഒന്ന് ആക്റ്റീവായ എല്ലാ മക്കളും. ഓക്കെ, അപ്പോ അത് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പൊ ഇന്ന് സെലിന വായിച്ചത് കേട്ടോ. ആ പോയ നല്ല വൃത്തി എഴുതി അവള്. ഇനി സ്വന്തമായിട്ട് തന്നെ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഞാനും പറഞ്ഞു തരാം. ഞാൻ എഴുതി തരില്ല. അത് നിങ്ങളുടെ വർക്കാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, മഴ പെരുമഴ പെയ്യുന്നു, ചറപറ പെയ്യുന്നു, ഇടമുറിയാതെ പെയ്യുന്നു, രാവും പകലും പെയ്യുന്നു. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് ചെയ്താലും മതി. എന്തൊക്കെയാണ്? മഴ പെരുമഴ പെയ്യുന്നു. അടുത്ത ലൈൻസ് എന്താ മിസ് പറഞ്ഞത്? ചറപറ പെയ്യുന്നു, ഇടമുറിയാതെ പെയ്യുന്നു, രാവും പകലും പെയ്യുന്നു. അപ്പൊ അതില് 3 ലൈൻസ് ഏതാണ്? 2 ലൈൻസ് നിങ്ങൾ എഴുതേണ്ടതാണ്. മിസ് പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തോ. ഞാൻ എഴുതി തരുന്നൊന്നുമില്ല. എന്താണ് ഏഞ്ചൽ റോസിനും ആരാധ്യ പ്രജിത്തിനും സംശയം? പറഞ്ഞോ. ഞാനും ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടോ ടീച്ചറെ? പേജ് നമ്പർ എത്ര? ആരൊക്കെയാ? പേജ് നമ്പർ 7.
പേജ് നമ്പർ 7. ഓക്കെ. ഏഞ്ചൽ റോസ് പഠിക്കോ. മഴ പെരുമഴ പെയ്യുന്നു, ചെറുമഴ ചെറുമഴ പെയ്യുന്നു, തോടുകൾ നിറഞ്ഞു പെയ്യുന്നു, രാവും പെയ്യുന്നു. ഓക്കെ. അപ്പൊ മിസ് എല്ലാവരും കൊറേ സെല്ലിയും ഏഞ്ചലും അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഞാനും ചെയ്തു. ഞാൻ എന്താ ചെയ്തേ? മഴ മഴ പെരുമഴ പെയ്യുന്നു, ചറപറ ചറപറ പെയ്യുന്നു, ഇടമുറിയാതെ പെയ്യുന്നു, രാവും പകലും പെയ്യുന്നു. അപ്പൊ അത് നിങ്ങളുടേതായ രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്തോണം. എല്ലാവരുടെയും ടെക്സ്റ്റ് ഞാൻ ഒരു ദിവസം ഇവിടെ വാങ്ങുന്നുണ്ട്. അപ്പൊ നിങ്ങളെ കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പൊ അടുത്ത അനുഭവക്കുറിപ്പ് തയ്യാറാക്കാം. ആരാ എഴുതിയത്? പാടിക്കോ. അല്ല പറഞ്ഞോ, വായിച്ചോ. കേൾക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. മിസ് പറഞ്ഞ ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. ചെറുതായിട്ട് കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇത് ഇളക്കാനേ പറ്റുന്നില്ല കൈ മൈക്ക്. ഓക്കെ, പറഞ്ഞോ. യെസ്. കുഞ്ഞുനാൾ മുതലേ മഴ എനിക്ക് ഇഷ്ടമാണ്. തുറന്നിട്ട ജനാലയിലൂടെ മഴത്തുള്ളികൾ പെയ്തിറങ്ങുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അത് നമ്മുടെ മനസ്സിന് ഒരു കുളിർമ അണിയിക്കുന്നു. ജ്ഞാനത്തു പെയ്യുന്ന ചാറ്റൽ മഴയ്ക്ക് നടക്കുവാൻ ഒരു രസമാണ്. വീടിന്റെ മുന്നിൽ കൂടെ ഒഴുകുന്ന തോട്ടിൽ വെള്ളം നിറഞ്ഞു ഒഴുകുന്നത് കാണാൻ എന്തു ഭംഗിയാണെന്നോ. ദിവത്ത് പെയ്യുന്ന മഴയത്ത് മൂടിപ്പൊടിച്ചു കിടക്കാൻ നല്ല രസമാണ്. മുറ്റത്ത് നിറയുന്ന വെള്ളത്തിൽ ചെറു തോണികൾ ഒഴുകുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. എന്നും എപ്പോഴും മഴ നമുക്ക് ഒരു കുളിർമയാണ്. ഓക്കെ, വെരി ഗുഡ്. നല്ല സാഹിത്യത്തിൽ അത് സെൽന എഴുതിയിട്ടുണ്ട്. ഇനി ആരാ? ഏഞ്ചൽ റോസ് ഉണ്ടോ? സെൽനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തേ. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. സെൽനക്ക് ഇത്ര നന്നായി അവൾ എഴുതിയില്ലേ അത്. ഓക്കെ, നെക്സ്റ്റ് ഏഞ്ചൽ റോസ് വായിച്ചോ. അൺമ്യൂട്ട് ചെയ്തോ. എഴുതിയോ അത്? യെസ്. വായിച്ചോ. മഴ പെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. മഴ പെയ്യുമ്പോൾ തോടുകളും പുഴകളും നിറഞ്ഞൊഴുകും. മഴ പെയ്യുമ്പോൾ റോഡുകളിലെ വെള്ളം ഒഴുകിപ്പോകും. മഴയത്ത് കുളിക്കാൻ നല്ല രസമാണ്. മഴയത്ത് ആലിപ്പഴങ്ങൾ വീഴുന്നു, മഴത്തുള്ളികൾ വീഴുന്നു. ഓക്കെ, വെരി ഗുഡ്. ഏഞ്ചൽ റോസും എഴുതിയിട്ടുണ്ട്. ഏഞ്ചൽ റോസിന് ഒരു ക്ലാപ്പ് കൊടുത്തേ. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്യണം കേട്ടോ, എന്നാലേ അപ്രീസിയേഷൻ ഒക്കെ കിട്ടൂ. ഓക്കെ, അപ്പൊ എല്ലാ സബ്ജക്റ്റിലും നമ്മൾ ഒരു മാസം ഒരു കുട്ടീനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കുട്ടീനെയാണ്. മനസ്സിലായോ? അത് ഹോംവർക്കിന്റെ കാര്യത്തിലായാലും മറ്റ് ഇതര കാര്യത്തിലായാലും. ഓക്കെ, അതുപോലെ പഠിക്കുന്ന കാര്യത്തിൽ ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ ചെയ്യുന്നേ. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാ മക്കളും പറയുന്ന വർക്കുകള് ഈ സബ്ജക്റ്റിനെ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിനെയും നിങ്ങൾ അന്നന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്റ്റാർ ആവാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, ജൂലിയറ്റ് എഴുതിയിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? ഓ, മിസ് നേരത്തെ പറഞ്ഞത് കേട്ടില്ല. ഏത് മോളെ? നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ ആർക്കും? കേൾക്കുന്നവരൊന്ന് കൈ കാണിച്ചേ. മിസ് പറയുന്നത് കേൾക്കുന്നവര്. യെസ്, ഇവിടെ കേൾക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് സെല്ലിയും ഏഞ്ചൽ റോസും മാത്രമായിരുന്നു ആ മിസ് പറഞ്ഞ 2 വർക്കുകളും കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞാല് നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആയാലും നിങ്ങൾക്ക് 1 മന്തില് ഒരു കുട്ടീനെ എല്ലാ സബ്ജക്റ്റിലും സെലക്ട് ചെയ്യുന്നുണ്ട്. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കുട്ടീനെ. അപ്പൊ എന്താണ് അതിൽ നിങ്ങൾ എല്ലാ ഹോംവർക്ക് ചെയ്യുന്ന കാര്യത്തിലും മറ്റു ഇതര കാര്യത്തിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല മക്കളായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. മനസ്സിലായോ ഇപ്പോ? യെസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ പാഠം ഫിനിഷ് ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ മിസ് ഇന്നലെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാ മക്കളും അത് കൃത്യമായിട്ട് അർത്ഥം, ക്വസ്റ്റ്യൻ ആൻസർ, ഓപ്പോസിറ്റ് വേർഡ്, നാനാർത്ഥം, സമാനാർത്ഥം, ഇത്രയും കാര്യങ്ങൾ ഞാൻ അതിൽ എഴുതി തന്നതുണ്ട് നിങ്ങൾക്ക്. അത് നിങ്ങൾ നോട്ടിലേക്കും കൂടി പകർത്തി എഴുതണം. ഓക്കെ,
അപ്പോ അടുത്ത പാഠാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത പാഠം എന്താണ്? അടുത്ത പാഠം നിങ്ങൾ ആരെങ്കിലും നോക്കിയോ? അടുത്ത പാഠം പോയിട്ടോ? ഈ പാഠം നോക്കിയില്ല അല്ലെ മിസ്സേ? അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നേ? ഈ പാഠഭാഗം ഞാൻ ആരെയും വായിപ്പിച്ചിട്ടുണ്ടായിട്ടില്ല അല്ലെ? ഇപ്പൊ ടെക്സ്റ്റ് ഇല്ല കുട്ടികളൊന്ന് കൈപൊക്കിയേ, ഒന്ന് വായിപ്പിക്കാം മിസ്. യെസ്, സെലിനെ ആദ്യം വായിപ്പിക്കാം ഏതായാലും. ഓക്കെ സെലിന ഒന്ന് വായിച്ചോ. സെലിന. അമ്മുവിന്റെ അതല്ലടാ, നമ്മുടെ പാഠഭാഗം പാട്ട് കഴിഞ്ഞത് ആദ്യത്തേത്. ഇളവപ്പാടി. മാനത്തു മാരിവിൽ മിന്നി മഞ്ഞു, മാത്രയിൽ മങ്ങിയ പൊൻവെളിച്ചം, ഭാരിത പാളികൾ തിങ്ങിയെങ്ങും, വെള്ളരി വാനിൽ തെളിഞ്ഞു നിന്നു. കാണാച്ചിറകടി ചെത്തിക്കാറ്റും മാമരം മെല്ലെ ഒളിച്ചെടുത്തു, തിന്നിച്ചെതറിയ നീർമണികൾ മണ്ണിന്റെ ഗന്ധം പരത്തിയിടുന്നു. വാനിലെ തൂവെള്ള മുത്തുപോലെ ആലിപ്പഴങ്ങൾ പൊഴിഞ്ഞിടുന്നു. തുള്ളി കൊഴുകൂടാൻ പെയ്തുമാരി തുള്ളിത്തുളുമ്പിയ നീർമുത്തുകൾ, കൈവെള്ളയിൽ വീണ നീർക്കാണങ്ങൾ തേവിക്കളിച്ചു രസിച്ചിതേറെ. കടലാസു വഞ്ചി ഇറക്കി ഞാനാ വഞ്ചിത്തൻ മുന്നില ഓടിയെത്തി. ചെവിയിലെ തണ്ടുന്നൊന്ന് ഒഴിച്ചെടുത്തു, കുടയെന്ന് ചൂടി ഞാനുള്ളിലാത്തു. പാടത്ത് വെള്ളം നിറഞ്ഞു പൊങ്ങി, ഞാറുകൾ മുങ്ങിയ കാഴ്ച കണ്ടു. ആകെ നനഞ്ഞെത്തി വീട്ടിലെത്തി, അമ്മയോ കണ്ണ ചുമത്ത്. ആകെ കുഴപ്പമായെന്ന് തോന്നി, അന്തിയെത്തിയത് ആരറിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നത്? ഓക്കെ, ജുവലിന് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. മാനത്തു മാരിവിൽ മിന്നി മറഞ്ഞു, മാന്ത്രയിൽ മങ്ങിയ പൊൻവെളിച്ചം, വാരിത പാളികൾ തിങ്ങിയെങ്ങും, വെള്ളിട വാനിൽ തെളിഞ്ഞു നീളെ. കാണാ ചിറകടിച്ച കാറ്റും മാമരം ചിതറിയ നീർമണികൾ മണ്ണിന്റെ ഗന്ധം പരത്തിയിടുന്നു. വാനിലെ തുവെള്ള മുത്തുപോലെ ആലിപ്പഴങ്ങൾ പൊഴിഞ്ഞിടുന്നു. തുള്ളിക്കൊരുകുടം പോലെ പെയ്തുമാരി തുള്ളി തുള്ളി ബിയ നീർമുത്തുകൾ, കൈവെള്ളിയിൽ വീണ നീർ കണങ്ങൾ തേവി കളിച്ചു രസിച്ചേറെ. കടലാസു വഞ്ചി ഇറക്കി ഞാൻ വഞ്ചി മുൻപിൽ മുന്നിലായോടിയെത്തി. ചേമ്പിലെ തണ്ടൊന്ന് ഒടിച്ചെടുത്തു, കൊടയൊന്ന് ചോടി ഞാനുള്ളിലാത്തു. പാടത്തു വെള്ളം നിറഞ്ഞു പൊങ്ങി, ഞാറുകൾ മുങ്ങിയ കാഴ്ച കണ്ടു. ആകെ നനഞ്ഞൊട്ടി വീട്ടിലെത്തി, അമ്മയോ കണ്ണടച്ചു മറത്തു. ആകെ കുഴപ്പമായി ഞാനിതോർത്തു, അന്തി എങ്ങെത്തിയത് ആരറിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? ഏഞ്ചൽ റോസ് ഉണ്ടായിരുന്നു ഇവിടെ കൈബുക്കുന്ന. ടെക്സ്റ്റ് ഉണ്ടല്ലോ മോളെ. മാനത്തു മാരിവിൽ മിന്നി മഞ്ഞു, മാത്രയിൽ മങ്ങിയ പൊൻവെളിച്ചം, ഭാരതി പാതകൾ തിങ്ങിയെങ്ങും, വെള്ളിടി വാനിൽ തെളിഞ്ഞു നീളെ. കണ്ണാച്ചിറകടിച്ചെത്തി കാറ്റും മാമരം മേലെ ഉലച്ചിടുന്നു. ചിന്നിച്ചിതറിയ നിർമണികൾ മണ്ണിന്റെ ഗന്ധം പരത്തിയിടുന്നു. വാനിലെ തൂവെള്ള മുത്തുപോലെ ആലിപ്പഴങ്ങൾ പൊഴിഞ്ഞിടുന്നു. തുള്ളിക്കൊരുകുടം പെയ്തുമാരി തുള്ളിത്തുളുമ്പിയ നീർമുത്തുകൾ, കൈവെള്ളയിൽ വീണ നീർക്കണങ്ങൾ തേവിക്കളിച്ചു രസിച്ചിതേറെ. കടലാസ് വഞ്ചി ഇറക്കി ഞാനാ വഞ്ചിതൻ മുന്നിലായി ഓടിയെത്തി. ചേമ്പിലെ തണ്ടൊന്ന് ഒടിച്ചെടുത്തു, കൊടിയൊന്ന് ചൂടി ഞാൻ ഉള്ളിലാർത്തു. പാടത്തു വെള്ളം നിറഞ്ഞു പൊങ്ങി,
ഞാറുകൾ മുങ്ങിയ കാഴ്ച കണ്ടു. ആകെ നനഞ്ഞോടി വീട്ടിലെത്തി. അമ്മയോ കണ്ണയച്ചുമ്മറത്തും. ആകെ കുഴപ്പമായി തോർത്തു. അന്തിങ്ങെത്തിയതാരറിഞ്ഞു. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് നവമിക്ക് ടെക്സ്റ്റ് ഉണ്ടല്ലോ. ഒരു മിനിറ്റ് മോളെ, എന്താണ് അലൻ പി സാംസൺ, പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. മിസ് ഞാൻ വായിക്കാം. ടെക്സ്റ്റ് ഉണ്ടോ മോനെ? ഇല്ല, ടെക്സ്റ്റില്ല, ഞാൻ PDF നോക്കി വായിക്കാം. അതെ അല്ലേ? ഓക്കെ, ഞാൻ നവമിയോട് പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞ് മോനെ വായിപ്പിക്കാം. ഓക്കെ, നവമി വായിച്ചോ. നവമി ഇടവപ്പാതി മാനത്തു മാരിവിൽ മിന്നിമാഞ്ഞു. മാത്രയിൽ മങ്ങിയ പൊൻവെളിച്ചം. വാരിത പാളികൾ തിങ്ങിയെങ്ങും. വെള്ളിടി വാനിലൻ തെളിഞ്ഞു നീളെ. കാണാ ചിറകടിച്ചെത്തി കാറ്റും. മാമരം മെല്ലെ ഉലച്ചിടുന്നു. ചിന്തിച്ചിതറിയ നീർമണികൾ മണ്ണിന്റെ ഗന്ധം പരത്തിടുന്നു. വാനിലെ തൂവെള്ള മുത്തുപോലെ ആലിപ്പഴങ്ങൾ പൊഴിഞ്ഞിടുന്നു. തുള്ളിക്കുരുക്കുടം പെയ്തുമാരി തുള്ളിത്തുളുമ്പിയ നീർമുത്തുകൾ. കൈവെള്ളയിൽ വീണ നീർക്കണങ്ങൾ തേവി കളിച്ച് രസിച്ചിടേറെ. കടലാസ് വഞ്ചി ഇറക്കി ഞാനാ വഞ്ചിതൻ മുന്നിലായി ഓടിയെത്തി. ചേമ്പില തണ്ടം നൊടിച്ചെടുത്തു. ഉള്ളിലോർത്തു പാടത്ത് വെള്ളം നിറഞ്ഞു പൊങ്ങി. ഞാറുകൾ മുങ്ങിയ കാഴ്ച കണ്ടു. ആകെ നനഞ്ഞൊട്ടി വീട്ടിലെത്തി. അമ്മയോ കണ്ണയ ചുമ്മറത്ത്. ആകെ കുഴപ്പമായി ആരിതോർത്തു. അന്തി ഇങ്ങെത്തിയതാരറിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അലൻ പി സാംസൺ. അലൻ വായിച്ചോ. മാനത്തു മാരിവിൽ മിന്നിമാഞ്ഞു. മാത്രയിൽ മങ്ങിയ പൊൻവെളിച്ചം. വാരിതാപാളികൾ തിങ്ങിയെങ്ങും. വെള്ളിടി വാനിൽ തെളിഞ്ഞു നീളെ. കാണാ ചിറകടിച്ചെത്തി കാറ്റും. മാമരം മെല്ലെ ഉലച്ചിടുന്നു. ചിന്നിച്ചിതറിയ നീർമണികൾ മണ്ണിന്റെ ഗന്ധം പരത്തിടുന്നു. വാനിലെ തൂവെള്ള മുത്തുപോലെ ആലിപ്പഴങ്ങൾ പൊഴിഞ്ഞിടുന്നു. തുള്ളിക്കുരുകുടം പെയ്തുമാരി തുള്ളിത്തുളുമ്പിയ നീർമണികൾ. കൈവെള്ളയിൽ വീണ നീർക്കണങ്ങൾ തേവി കളിച്ചു രസിച്ചിടേറെ. കടലാസു വഞ്ചി ഇറക്കി ഞാനാ വഞ്ചിതൻ മുൻപിലായി ഓടിയെത്തി. ചേമ്പില തണ്ടൊന്നൊടിച്ചെടുത്തു. കുടയൊന്നു ചൂടി ഞാൻ ഉള്ളിലോർത്തു. പാടത്തു വെള്ളം നിറഞ്ഞു പൊങ്ങി. ഞാറുകൾ മുങ്ങിയ കാഴ്ച കണ്ടു. ആകെ നനഞ്ഞൊട്ടി വീട്ടിലെത്തി. അമ്മയോ കണ്ണയ ചുമ്മറത്തും. ആകെ കുഴപ്പത്തിൽ ആരിതോർത്തു. അന്തി ഇങ്ങെത്തിയതാരറിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നിദ ഫാത്തിമ കൈവക്കുന്നുണ്ടായിരുന്നു. നിദ കുട്ടിക്ക് പുസ്തകം ഉണ്ടോ? നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, വായിച്ചോ. ഇടവപ്പാതി മാനത്തു മാരിവിൽ മിന്നിമാഞ്ഞു. മാത്രയിൽ മങ്ങിയ പൊൻവെളിച്ചം. വാരിത
പാളികൾ തിങ്ങിയെങ്ങും വെള്ളിരി വാനിൽ തെളിഞ്ഞിടുലെ കാണാ ചിറകടിച്ചെത്തി കാറ്റും മാമരം മെല്ലെ യുഴച്ചിടുന്നു ചിന്നിച്ചിതറിയ നീർമണികൾ മണ്ണിന്റെ ഗന്ധം പരത്തിടുന്നു വാനിലെ തൂവെള്ള മുത്തുപോലെ ആലിപ്പഴങ്ങൾ പൊഴിഞ്ഞിടുന്നു തുള്ളിക്കൊരുകുടം പെയ്തുമാരി കുടം പെയ്തുമാരി തുള്ളിത്തുളുമ്പിയ നീർമുത്തുകൾ കൈവെള്ളത്തിൽ വീണ നീർമുത്തുകൾ നീർക്കണങ്ങൾ തൂവെള്ള തേവിക്കളിച്ചു രസിച്ചേറെ കടലാസു വഞ്ചി ഇറക്കി ഞാനാ വഞ്ചിയിൽ വഞ്ചിതൻ മുന്നില ചേമ്പിലത്തണ്ടൊന്നൊടിച്ചെടുത്തു കൂടെയൊന്നു ചൂടി ഞാനല്ലെത്തു പാടത്തു വെള്ളം നിറഞ്ഞു പൊങ്ങി ഞാറുകൾ മുങ്ങിയ കാഴ്ച കണ്ടു ആകെ നനഞ്ഞൊട്ടി വീട്ടിലെത്തി അമ്മയോ കണ്ണുറച്ചു ആകെ കുഴപ്പമായെന്നറിഞ്ഞു ആരറിഞ്ഞു. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് നാളെ ഇലക്ഷൻ ആണല്ലേ? ഇവിടുന്ന് കുറെ പേര് മത്സരിക്കുന്നുണ്ടോ ഈ ക്ലാസ്സിന്? ആരൊക്കെയാ മത്സരിക്കുന്നേ? റിലു ആബിദ്, നെക്സ്റ്റ് നിഹാര രാജേഷ്, അടുത്തതാരാ? ഇവിടെ ഒരാൾ കൂടി ഉണ്ടല്ലോ. ആസിയത്ത് സഫ, 3 പേരേ ഉള്ളൂ. എഡ്വിൻ തോമസ്, പിന്നെ ആരാ? കഴിഞ്ഞു. അപ്പൊ 4 പേരുണ്ടല്ലേ? 1 മിനിറ്റേ ഉള്ളൂ. നമുക്ക് വോട്ട് ചോദിക്കാൻ സമയമില്ല. നിങ്ങൾ എന്തേ മിസ്സിനെ ഓർമ്മിപ്പിക്കാഞ്ഞേ? കേറിയ പാടും. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യാ? ഈ 4 പേർക്കും വോട്ട് ചെയ്യട്ടോ. വിലപ്പെട്ട വോട്ട് നിങ്ങൾക്ക് ഏറ്റവും ആരാണ് ഈ ക്ലാസ് യോജിച്ച ലീഡർ എന്ന് വെച്ചാൽ അവർക്ക് നൽകുക അല്ലേ? ഓക്കെ, അവര് വോട്ട് ചെയ്യിക്കാനുള്ള അവസരം സമയം പറഞ്ഞോ? അതാ 1 മിനിറ്റേ ഉള്ളൂ. ഇനിയിപ്പോ 4 പേര് ചോദിക്കാൻ ടൈം ഉണ്ടാവില്ല അല്ലേ? എന്താണ് ഷഹുമ? ഇനി ഇന്ന് ക്ലാസ് ഉണ്ടോ മക്കളെ നിങ്ങൾക്ക്? റിലു, ഇനി ഇന്ന് ക്ലാസ് ഇല്ലേ? എന്നാ എല്ലാവരും കൂടെ ഒന്ന് ചോദിച്ചു. എന്താ ഷഹുമക്ക് എന്താ? നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇവരെ പോസ്റ്റേഴ്സ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ആസിയുടെയും റിലുവിന്റെയും എഡ്വിന്റെയും പിന്നെ ആരാ? നിഹാര രാജേഷിന്റെ ഒക്കെ. ഓക്കെ, അപ്പൊ അവര് നിങ്ങളുടെ ക്ലാസ് ലീഡറായിട്ട് മത്സരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട വോട്ട് കൊടുത്ത് അവരെ വിജയിപ്പിക്കുക അല്ലേ? ഓക്കെ, പിന്നീട് ഇനിയിപ്പം ഈ ലീഡേഴ്സിനോട് പറയാനുള്ള എന്താണെന്നറിയോ? ജയവും